നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലേഷ്യൻ എയർലൈൻസ് വിമാനം അപ്രത്യക്ഷമായ സംഭവത്തിൽ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമില്ലായിരുന്നു എന്നാണ് ഇലോൺ മസ്ക് ഇപ്പോൾ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ ഫ്ലൈറ്റ് MH370 ഓർമ്മകൾ പങ്കുവച്ചാണ് ഇലോൺ മസ്ക് എക്സിൽ കുറിപ്പിട്ടത്. അപ്രത്യക്ഷമായ ഫ്ലൈറ്റിന്റെ ഡ്രോൺ വീഡിയോ ചൂണ്ടിക്കാട്ടി അന്യഗ്രഹ ജീവിയുടെ സാന്നിധ്യം പരാമർശിച്ച ഒരു ഉപഭോക്താവിന്റെ എക്സ് പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു മസ്ക്. അന്യഗ്രഹ ജീവികളുടെയും തെളിവുകളൊന്നും താൻ കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2014 മാർച്ച് 8 മലേഷ്യൻ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത്. അന്യഗ്രഹ ജീവികളുടെ തെളിവുകളൊന്നും കണ്ടിട്ടില്ല. മറിച്ചായിരുന്നുവെങ്കിൽ താൻ അതിനെക്കുറിച്ച് എക്സിൽ തൽക്ഷണം പോസ്റ്റ് ചെയ്യുമെന്ന് മസ്ക് അറിയിച്ചു. സ്പേസ് എക്സിന് ഏകദേശം 6000 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലുണ്ട്. ഒരിക്കൽ പോലും നമുക്ക് അന്യഗ്രഹ ജീവികളെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. 227 യാത്രക്കാരും 12 ജീവനക്കാരും ക്വാലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്ന് ബീജിംഗിലേക്ക് പറക്കവെയാണ് MH370 വിമാനം അപ്രത്യക്ഷമായത്. നിശ്ചയിച്ച 35,000 അടി ഉയരം ബോയിംഗ് 777 താണ്ടി. വിമാനം ദക്ഷിണ ചൈന കടലിന് മുകളിലൂടെ പറന്നുയർന്നപ്പോൾ ഏകദേശം 38 മിനിറ്റുകൾക്ക് ശേഷം എയർ ട്രാഫിക് കൺട്രോളുമായി അവസാനമായി ആശയവിനിമയം നടത്തി. വിയറ്റ്നാമീസ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വ്യതിചലിക്കാനുള്ള നിർദ്ദേശം വന്നു. ഗുഡ് നൈറ്റ് മലേഷ്യൻ 370. നിർദ്ദേശം പിന്തുടർന്ന പൈലറ്റിൽ നിന്ന് വന്ന മറുപടി ഇതായിരുന്നു. പിന്നീട് ആ വിമാനത്തിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. നിശ്ചയിച്ച പാതയിൽ നിന്ന് മലായ് പെൻസുലയുടെ ഭാഗത്തേക്ക് വിമാനം വ്യതിചലിച്ചു. വിമാനം ATC റഡാർ സ്ക്രീനുകളിൽ നിന്ന് മിനിറ്റുകൾക്ക് ശേഷം നഷ്ടമാവുകയായിരുന്നു. അസാധാരണമായ നിമിഷങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചതിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. പിന്നീട് റഡാർ ബന്ധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ദിശ തെറ്റി മണിക്കൂറുകളോളം വിമാനം പറന്നതായാണ് വിശ്വസിക്കപ്പെടുന്നത്. ശൂന്യതയിലേക്കായിരുന്നു ആ യാത്ര എന്നത് തിരിച്ചറിയുമ്പോഴും ആശയവിനിമയത്തിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതായിരുന്നു. ഫ്ലൈറ്റ് 370 എവിടെ എന്ന ലോകത്തിന്റെ ചോദ്യത്തിന് ഒരു ദശാബ്ദത്തിനപ്പുറം ഉത്തരം നൽകാൻ ഒരു വിദഗ്ധ സംഘത്തിനും ആയിട്ടില്ല. ഇന്ധനം തീർന്നതിനെ തുടർന്ന് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണതാകാമെന്ന് ചില ഔദ്യോഗിക വൃത്തങ്ങൾ വിധിയെഴുതിയിട്ടുണ്ട്. വിമാനം കാണാതായതും എവിടെയാണോ മറഞ്ഞതെന്നും വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററികളിലൊന്നായി ഇന്നും തുടരുന്നു. ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ തിരച്ചിലിലെ ദിനങ്ങളിലായിരുന്നു പിന്നീട്. ആദ്യഘട്ട തിരച്ചിലിന്റെ ദൈർഘ്യം 52 ദിവസമായിരുന്നു. 336 സെർച്ച് ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള വ്യോമയാന ശ്രമം 1.7 ദശലക്ഷം ചതുരശ്ര മൈൽ വ്യാപിച്ചുള്ള തിരച്ചിലായിരുന്നു നടന്നത്. 2017 ജനുവരിയിൽ ഓസ്ട്രേലിയ, മലേഷ്യ, ചൈന സർക്കാരുകൾ അടിത്തട്ടിൽ നടത്തിയ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഏകദേശം 46,000 ചതുരശ്ര മൈൽ പരിധിയിലാണ് തിരച്ചിൽ ഉൾപ്പെട്ടത്. ഇതിനായി ചിലവാക്കിയ തുക $150 മില്യൺ ആയിരുന്നു. പിന്നീട് ഓഷ്യൻ ഇൻഫിനിറ്റിയുമായി ചേർന്ന് മലേഷ്യൻ സർക്കാർ വീണ്ടും തിരച്ചിലിനിറങ്ങി. വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ കുടുംബങ്ങളുടെ അതിസമ്മർദ്ദമായിരുന്നു നടപടിക്ക് പിന്നിലെ കാരണം. പക്ഷേ ഓഷ്യൻ ഇൻഫിനിറ്റിക്കും ഉത്തരം നൽകാനായില്ല. വിമാനം തകർന്നെന്ന് സ്ഥിരീകരിക്കാനാവുന്ന തരത്തിൽ അവശിഷ്ടങ്ങളൊന്നും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. 2015 ഇന്ത്യൻ ഓഷ്യന്റെ ഫ്രഞ്ച് ദ്വീപിലെ റീയൂണിയൻ തീരത്ത് ഒരു വലിയ വസ്തു അടിഞ്ഞു. ഇത് ബോയിംഗ് 777 അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. 2016 ഫെബ്രുവരിയിൽ മൊസാംബിക് തീരത്ത് ത്രികോണാകൃതിയിലുള്ള ഒരു ഫൈബർ ഗ്ലാസും നോ സ്റ്റോപ്പ് എന്നെഴുതിയ ഒരു അലൂമിനിയം അടിഞ്ഞു. ടാസ്മാനിയൻ ദ്വീപിലടിഞ്ഞ ഒരു വിമാനത്തിന്റെ വിംഗ് ഫ്ലാഗ് ബോയിംഗ് 777 ഓസ്ട്രേലിയൻ സർക്കാർ സ്ഥിരീകരിച്ചു. ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ ആയിരുന്ന അവശിഷ്ടം ബോയിംഗ് 777 ഒത്തുനോക്കുകയും ഉറപ്പിക്കുകയും ചെയ്തത്. 4 വർഷം നീണ്ടുനിന്ന തിരച്ചിലിനും അന്വേഷണത്തിനും ശേഷം 495 പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത്. വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നത് കണ്ടെത്താൻ സാധിക്കാതെയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. സുരക്ഷാ അന്വേഷണത്തിന്റെ തലവനായ കോക്സു ചോൺ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞില്ല. പക്ഷേ എന്താണ്, എന്തിനാണ് എന്നതിൽ വ്യക്തത വരുത്താൻ അദ്ദേഹത്തിനുമായിട്ടില്ല. ഫ്ലൈറ്റ് സഹാരി അഹമ്മദ് ഷാ, ഫസ്റ്റ് ഓഫീസറായ ഫാരിസ് അബ്ദുൾ ഹമീദ് എന്നിവരുടെ പശ്ചാത്തലം പൂർണ്ണമായും പരിശോധിച്ച ശേഷമായിരുന്നു റിപ്പോർട്ട്. യാത്രക്കാരുടെ സാമ്പത്തിക സാഹചര്യം, ആരോഗ്യം, ശബ്ദം തുടങ്ങിയവയും പരിശോധനയ്ക്ക് വിധേയമാക്കി. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.